ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ സുമിത്രയുടെ കല്യാണമാണ് കേട്ടോ. പക്ഷേ കല്യാണം തകർത്തുകൊണ്ട് നമ്മുടെ സുമിത്രയുടെ ജീവിതത്തിലേക്ക് രോഹിത് മടങ്ങിയെത്തുന്നു. എന്താണ് നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലാത്ത രീതിയിലാണ് മുന്നോട്ട് കഥ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പങ്കജിൻ്റെ അഹങ്കാരം അവസാനിച്ചു. പൂജയും അതുപോലെ അപ്പുവും കൺമുന്നിൽ ആ ഒരു മാരകമായ കാഴ്ച കണ്ട് നടുങ്ങി ഇങ്ങനെ നിൽക്കുകയാണ്. മറ്റൊരു പെണ്ണുമായി ജീവിക്കുന്ന നമ്മുടെ പങ്കജിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അപ്പു ഭയങ്കര ഗമയിൽ പങ്കജിൻ്റെ മുന്നിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ തൊട്ടു പിന്നാലെ നമ്മുടെ പൂജയും വരുന്നു. രണ്ടു പേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലൂടെയാണ് പോണേ. കൂടെയുള്ള പെണ്ണാണെങ്കിലോ മൂടി പുതച്ച് കട്ടിലിൽ ഇങ്ങനെ പേടിച്ചരണ്ടങ്ങനെ ഇരിക്കുന്നു. കയറി ചെന്നപ്പോഴേക്കും നമ്മുടെ പൂജ, പങ്കജ് എന്തായിരുന്നു ചോദിച്ചു. എന്തേലും പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അപ്പം നീ എന്നെ ചതിക്കായിരുന്നല്ലേ, പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം പൂജ, അത് ഞാൻ വേണ്ട, ഇനി ഇതിൽ കൂടുതൽ നീ എന്താ എന്നോട് പറയാനുള്ളത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിച്ചു. നിന്നെ വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. ഇന്ന് അപ്പുവേട്ടനില്ലായിരുന്നെങ്കിൽ നിൻ്റെ ഈ വലിയ ചതിയിൽ ഞാൻ പെട്ടുപോയേനേന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ പൂജ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അപ്പു ഒട്ടും മോശമല്ലല്ലോ. അവനോടുള്ള കലിപ്പ് മുഴുവനും ഉള്ളിൽ കിടക്കണം. നമ്മുടെ അപ്പു ഉള്ളിലുള്ള കലിപ്പ് മുഴുവനും അങ്ങ് തീർക്കുകയാണ്. കാരണം എന്താ, ഒരു രക്ഷയില്ല ഇവനെ കൊണ്ടുള്ള ആ ഒരിത്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ അപ്പു, പൂജ, ഇപ്പം ഇവൻ്റെ തനി നിറം നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ ഇവൾ മാത്രമൊന്നുമല്ല ഇവൻ്റെ ജീവിതത്തിലുള്ളത്, ഇതുപോലെ എത്രയോ അവളുമാരുണ്ടെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു. എനിക്കിനി ഇവനെപ്പറ്റി ഒന്നും കേൾക്കണ്ട അപ്പുവേട്ട എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. ഇത്രയും നാളെ അപ്പുവേട്ടൻ കൊള്ളില്ലായിരുന്നു, ഇപ്പോൾ പങ്കജ് കൊള്ളില്ലാത്തവനായപ്പോൾ അപ്പുവേട്ടൻ നല്ലവനായി പൂജയ്ക്ക്. അങ്ങനെ ഓരോരുത്തരായിട്ട് മാറി വന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നാളെ ഇതിപ്പോൾ അപ്പു മാറുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഇന്ന് ഈ നിമിഷം ഞാനും നീയുമായുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കുകയാണെന്നും ഇനി എൻ്റെ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനം ഇല്ല പങ്കജ്. ഇനി നീ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ നോക്കിയാലും ഞാനതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. കണ്ണിൽ കണ്ട സത്യത്തേക്കാൾ മറ്റൊന്നും ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് പൂജ ഇങ്ങനെ പറഞ്ഞു. പൂജ, പോവരുത് പൂജ, ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞപ്പം നീ ഒന്നും പറയണ്ട, ഇത്രയും പറഞ്ഞത് നിനക്ക് പോരേടാ എന്ന് അപ്പോൾ നേരം ചോദിക്കണം. പിന്നെ ആ ഹോട്ടൽ മുറിയിൽ വെച്ച് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച്, അതായത് ഇവർ തമ്മിലുള്ള എല്ലാ ഇടപാടുകളും അവസാനിപ്പിച്ച് നമ്മുടെ പൂജ അവിടെ നിന്ന് ഇറങ്ങണം. അങ്ങനെ അപ്പുവും പൂജയും ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇത് നിനക്കുള്ള വെറും സാമ്പിൾ വെടിക്കെട്ടാണെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പറയുകയാണ് നമ്മുടെ അപ്പു. അതും പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പങ്കജെ ഭ്രാന്തനെ പോലെ കിടന്നിങ്ങനെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ ആവുക. അത് കഴിഞ്ഞ് നമ്മുടെ പൂജ പോയിട്ട് നമ്മുടെ അപ്പുവായിട്ടിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഈ പങ്കജ് എന്ത് ചെയ്തു, പിന്നാലെ ഓടി ചെല്ലുവാണ്. കാരണം എങ്ങനെയെങ്കിലും കാര്യങ്ങളൊന്ന് കൺവിൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവനെ ശരിയാക്കി നമ്മുടെ അപ്പു നാണം മാനം ഇല്ലാതെ ചെന്നെന്നും പറഞ്ഞുകൊണ്ട് കൂട്ടത്തവനിട്ട് ശരിക്കും. അങ്ങനെ അവൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയെന്നുള്ള രീതിയിലാണ് നമ്മുടെ പൂജയും ഇങ്ങ് പോരുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പൂജ നേരെ രഞ്ജിതയെ ഫോണിൽ വിളിക്കുക. രഞ്ജിതയെ ഫോണിൽ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അയ്യോ അമ്മായിയമ്മയാകാനുള്ള ആഗ്രഹം മൂത്ത് ഇങ്ങനെ നിന്നിട്ട് പൂജയോട് ഭയങ്കര സ്നേഹവും ഭയങ്കര സംസാരമൊക്കെയാണ്. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ പൂജ, ആൻറ്റി, എനിക്ക് ആൻറ്റിയോട് വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെ പൂജ അങ്ങ് പറഞ്ഞ് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും പങ്കജിൻ്റെ ഈ ഒരു സ്വഭാവദൂഷ്യം അത് രഞ്ജിതയ്ക്ക് അറിയാവുന്നതാണ്. എങ്കിൽ പോലും രഞ്ജിതയാണെങ്കിൽ ഇങ്ങോട്ട് തകർന്നു പോയി. സ്വപ്നങ്ങളെല്ലാം ഒരേ രീതിയിൽ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞല്ലോ ഇവൻ എന്നുള്ളൊരിതിൽ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളെ അങ്ങനെയല്ല, മോളെ ഇങ്ങനെയാണ്, മോളെ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് രഞ്ജിത പൂജയെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ പൂജ കണ്ണിനെ കണ്ട കാര്യമല്ലേ. അപ്പം ആൻറ്റി ഇനി എന്തൊക്കെ പറഞ്ഞാലും പങ്കജിനെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. പിന്നെ ആൻറ്റിക്ക് ഞാൻ തന്ന വാക്കും അതെല്ലാം ഞാൻ തിരിച്ചെടുക്കുകയാണ്. ആൻറ്റി എന്നോട് ക്ഷമിക്കണം. ഇതുപോലൊരു ചതിയൻ്റെ കൂടെ എൻ്റെ ജീവിതം ജീവിച്ച് തീർക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല എന്നിങ്ങനെ പറഞ്ഞു. പങ്കജൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്നെ മാത്രമല്ല നിങ്ങളെ എല്ലാവരെയും അവൻ ചതിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പൂജ
അപ്പോഴും രഞ്ജിതയെ നല്ലവളാക്കിയാണ് പിടിച്ചിരിക്കുന്നതെന്നുള്ള കാര്യം അപ്പുവിന് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അപ്പു 1 by 1 ആയി രഞ്ജിത ചെയ്ത കാര്യങ്ങളും അതുപോലെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും എല്ലാം നമ്മുടെ പൂജയോട് പറയുക. അങ്ങനെ പൂജ ഇതൊക്കെ കേട്ടപ്പോൾ വിശ്വസിക്കണോ വിശ്വസിക്കണ്ടയോ എന്നുള്ളൊരു ഇതിലിങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ പങ്കജിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊന്നും നീ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നിൻ്റെ മുന്നിൽ തെളിവ് സഹിതം കാര്യങ്ങളെല്ലാം തെളിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെയാണ് രഞ്ജിതയുടെ കാര്യം. നിൻ്റെ അച്ഛൻ്റെ മരണത്തിന് പോലും കാരണക്കാരായിരിക്കുന്നത് ഈ രഞ്ജിതയാണെന്ന് നിൻ്റെ അച്ഛൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഡയറിയിലുണ്ട്. ആ ഡയറി അപ്പച്ചിയുടെ കയ്യിലുണ്ട്. ആ ഡയറിയുമായി അപ്പച്ചി രഞ്ജിതയെ കാണാനായിട്ട് ചെന്ന സമയത്ത് രഞ്ജിതയുടെ ഗുണ്ടകൾ വന്ന് ഇന്നപോലെ ഇങ്ങനെ അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഡയറി തട്ടിപ്പറിച്ചു മേടിച്ചു. ഇതൊക്കെ നടന്ന കാര്യങ്ങളാണ് പൂജ, ഞാൻ പറയുന്നത് സത്യമാണ് പൂജ എന്നും പറഞ്ഞുകൊണ്ട് പറയാവുന്നതിൻ്റെ മാക്സിമം നമ്മുടെ അപ്പു പൂജയോട് പറയണം. അപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പു പറഞ്ഞതെല്ലാം സത്യമായി വരുമെന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നമ്മുടെ പൂജ ഇങ്ങനെ നിൽക്കുക. എന്തായാലും സത്യമായിരിക്കും എന്നുള്ളൊരിത്. അപ്പോൾ നിനക്ക് സത്യമാണെന്ന് മനസ്സിലാകണമെങ്കിൽ നീ അതേ രീതിയിൽ മുന്നോട്ട് പോകണം. രഞ്ജിതയെയും അതുപോലെ അവരുടെ കുടുംബത്തെയും നീ കണ്ണടച്ച് വിശ്വസിച്ചതാണ് നിനക്ക് പറ്റിയ തെറ്റ്. ഇനിയെങ്കിലും നീ ഒന്ന് സത്യത്തിൻ്റെ നേരെ കണ്ണ് തുറക്ക്. നിൻ്റെ അമ്മയെ നീ മനസ്സിലാക്ക്. അപ്പച്ചി നിനക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്, നിനക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത്, നീ അത് മനസ്സിലാക്ക്. രഞ്ജിത നിന്നെ ചതിക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയാം. അപ്പോൾ അങ്ങനെ ഈ ഒരു കാര്യങ്ങളും ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞ് അപ്പു കുറേയൊക്കെ ഇങ്ങനെ നമ്മുടെ പൂജയ്ക്ക് വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിച്ചു കാര്യങ്ങൾ. അങ്ങനെ ഇതെല്ലാം നടക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പ്രതീക്ഷ ആണെങ്കിൽ രഞ്ജിതയുടെ വാക്കും കേട്ട് ഇങ്ങനെ ആ ഒരു ഇതിൽ കൊച്ചിൻ്റെ കാര്യത്തിന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇറങ്ങുവാണ്. കൊച്ചിനെ അപ്പോൾ ആരും അറിയാതെ സ്വന്തമാക്കി അവിടുന്ന് പോകാനായിട്ടുള്ള ഇതൊക്കെയാണ് നമ്മുടെ പ്രതീക്ഷ ഇങ്ങനെ നോക്കുന്നത്. അതെല്ലാം രഞ്ജിത പറഞ്ഞു കൊടുത്ത ഒരു ഐഡിയ ആണ്. ഈ സമയത്ത് രഞ്ജിത വീട്ടിലുള്ളതെല്ലാം എറിഞ്ഞൊട്ടച്ച് ഞാൻ എൻ്റെ ജീവിതം എൻ്റെ മകനായിട്ട് തകർത്തു എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ എന്താ രഞ്ജു എന്നും ചോദിച്ചുകൊണ്ട് ഭർത്താവ് ഇങ്ങനെ പിന്നാലെ നടക്കുന്നു. അവൻ പങ്കജെന്ന് പറയുന്നവനെല്ലാം തൊലച്ചരവിന്ദേട്ടാന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പൂജ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള എല്ലാം എടുത്ത് വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും പങ്കജ് വന്നു കഴിഞ്ഞപ്പോൾ നശിപ്പിച്ച് കളഞ്ഞല്ലോടാ നീ എല്ലാം, എൻ്റെ സ്വപ്നങ്ങളെല്ലാം നീ നശിപ്പിച്ച് കളഞ്ഞല്ലോടാന്നും പറഞ്ഞുകൊണ്ട് ഇവനെ എടുത്തിട്ടങ്ങ് കൊടുത്തു. മമ്മി ഞാൻ മിണ്ടിപ്പോകരുത്, നീ ഒറ്റയൊരുത്തനാണ് ഞാൻ എൻ്റെ ജീവിതം നശിപ്പിച്ചത്. ഈ രഞ്ജിത ഇപ്പോൾ ആരാടാ? ഈ രഞ്ജിത വെറും 0 ആയില്ലേടാ? ഈ രഞ്ജിത ഇനി ആരും അല്ലാതായില്ലേടാ? രഞ്ജിതയുടെ ജീവിതത്തിൽ ഇനി എന്താടാ രഞ്ജിതയ്ക്കുള്ളത്? എല്ലാം നീ നശിപ്പിച്ചില്ലേടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മകനെ എടുത്തിട്ട് തീരെ കൊടുത്തെന്ന് തന്നെ പറയാം. അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളും ഇതൊക്കെ ആയിട്ട് അവരുടെ ജീവിതം കുട്ടിച്ചോറായി എന്നുള്ള കാര്യം മനസ്സിലായി. ഇത് കഴിഞ്ഞ് നമ്മുടെ പൂജയുമായിട്ട് അപ്പു സംസാരിച്ച കാര്യങ്ങളെല്ലാം പൂജയോട് പറഞ്ഞതെല്ലാം നമ്മുടെ പങ്കജിനെ കണ്ടതെല്ലാം അപ്പു സുമിത്രയോട് പറഞ്ഞപ്പോൾ അന്നേരം സുമിത്രയ്ക്കൊന്ന് സമാധാനമായി. പക്ഷേ സുമിത്ര അതിൻ്റെ ഇതൊന്നും കാണിച്ചില്ല കേട്ടോ പൂജയുടെ അടുത്ത്. കാരണം അത്രത്തോളം അഹങ്കരിച്ച് നിന്നവളാണ് ഈ പറയണ പൂജ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് സത്യം മനസ്സിലായതിൻ്റെ ആ ഒരു ഇതുണ്ടെങ്കിൽ പോലും വലിയ ഇതായിട്ടൊന്നും കാണിക്കാനായിട്ട് നമ്മുടെ സുമിത്ര നിന്നില്ല. പക്ഷേ ഇതിൻ്റെ എല്ലാം ഇടയിൽ വലിയൊരു ട്വിസ്റ്റ് തന്നെ സുമിത്രയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. സുമിത്ര ഇങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരാൾ സുമിത്രയുടെ അരികിലേക്ക് വരുന്നു. അപ്പോൾ സുമിത്ര നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ രോഹിത്തിനെ. അപ്പോൾ രോഹിത്തിനെ കണ്ടപ്പോഴത്തേക്ക് സുമിത്ര ഞെട്ടിപ്പോയി. അപ്പോൾ രോഹിത്ത് ഇങ്ങനെ തൊട്ടരികിൽ വന്നിരിക്കുന്ന രോഹിത്തിനെ കണ്ടപ്പോൾ സുമിത്ര രോഹിത്ത് എന്ന് പറഞ്ഞ് വിളിച്ച് ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ രോഹിത്തിനെ നോക്കിയിരിക്കും. അപ്പോൾ രോഹിത്താണെങ്കിൽ സുമിത്രയുടെ അടുത്ത് വന്നിരിക്കുമ്പോൾ ഇത് സത്യമാണോ സ്വപ്നമാണോ എന്ന് അറിയില്ലല്ലോ. സുമിത്ര എന്നിട്ട് വേഗം തന്നെ രോഹിത്തിൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ തൊട്ടൊക്കെ നോക്കി. അപ്പോൾ ഇത് തൊടാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ രോഹിത്ത് എത്രയും കാലം എവിടെയായിരുന്നു രോഹിത്ത് എന്ന് ചോദിച്ചുകൊണ്ട് സുമിത്ര ഇങ്ങനെ പറയാം. പിന്നെ സുമിത്രയും രോഹിത്തും തമ്മിൽ സംസാരിക്കുന്നു. രോഹിത്ത് മരിച്ചുപോയെന്ന് വിശ്വസിച്ച രോഹിത്ത് തന്നെ തൻ്റെ മുന്നിൽ വന്നിരുന്ന് സുമിത്രയോട് സംസാരിക്കുന്നു. അതുപോലെ തന്നെ രോഹിത്തിന് സംഭവിച്ച കാര്യങ്ങളെല്ലാം രോഹിത്ത് സുമിത്രയോട് പറയുകയും ചെയ്യുന്നു. പിന്നെ രോഹിത്തിൻ്റെ ജീവിതത്തിൽ ആരായിരുന്നോ ശത്രു, ആരൊക്കെ ആയിരുന്നു, എന്തൊക്കെയാണ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയണം. എന്നിട്ട് രോഹിത്ത് തന്നെ സുമിത്രയോട് മറ്റൊരു വിവാഹം കഴിക്കണം, ഇനിയും ഒരു വിവാഹം കൂടി കഴിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇത് കേട്ട് സുമിത്ര വല്ലാതെയായി. അപ്പോൾ സുമിത്ര വല്ലാതായി കഴിഞ്ഞപ്പോൾ
വല്ലാതാകാനൊന്നും അല്ല പറഞ്ഞത്, തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആരും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രോഹിത് ഇങ്ങനെ പറയാം കേട്ടോ. അപ്പോൾ മരിച്ചുപോയ രോഹിത് ശ്രീനിലയത്തിലേക്ക് മടങ്ങിയെത്തി സുമിത്രയ്ക്ക് എല്ലാമായി മാറുന്നു. അപ്പോൾ രോഹിത് പറയുന്ന കാര്യങ്ങളെല്ലാം ആയിരിക്കുമല്ലോ സുമിത്ര ചെയ്യുന്നത്. പിന്നെ രഞ്ജിതയെക്കുറിച്ചും അതുപോലെ തന്നെ ചുറ്റുമുള്ള ശത്രുക്കളെക്കുറിച്ചും ഇതെല്ലാം നമ്മുടെ രോഹിത് സുമിത്രയോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ രോഹിത്തിന് സുമിത്രയെ വിട്ടു പോകാനുള്ള ആ ഒരു മടിയും കാര്യങ്ങളും, ഇപ്പോൾ രോഹിത്തിന് സുമിത്രയ്ക്കൊപ്പം ഇങ്ങനെ നിൽക്കാനായിട്ട് പറ്റില്ലെന്നും ആ ഒരു ഇതൊക്കെ പറയുവാണ്. ഒരുപക്ഷെ അതൊരു ആത്മാവാകാം, അല്ലെങ്കിൽ സുമിത്രയുടെ ജീവിതത്തിലേക്ക് ജീവനോടെ വന്ന നമ്മുടെ രോഹിത്താകാം. എന്തായാലും സുമിത്രയുടെ കൺമുന്നിൽ രോഹിത് വന്നു. ശ്രീനിലയത്തിൽ സുമിത്രയോടൊപ്പം രോഹിത് ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ രോഹിത് ഇങ്ങനെ സുമിത്രയുടെ എല്ലാമായി മാറിയിരിക്കുന്നു. ഈ സാഹചര്യങ്ങൾ അവിടെ നടക്കുമ്പോഴാണ് നമ്മുടെ സരസ്വതി അമ്മയും അതുപോലെ തന്നെ ശീതളും കൂടി സച്ചിനെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നത്. അപ്പോൾ സച്ചിന് ഒരു ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചു കാലം അവൻ കട്ടിലേ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ ഇവന് പിന്നെ ഇവരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിനുവേണ്ടി നമ്മുടെ സരസ്വതി അമ്മ എന്ത് ചെയ്തു, ഇവനിട്ടുള്ളൊരു പണിക്കായിട്ട് ഇവൻ പോകുന്നെടുത്ത് എണ്ണ ഒഴിച്ചിട്ടു. ഇവൻ കിടക്കുന്നു ഉരുണ്ട് പിടച്ച് വീണ് തറയില്ല. പിന്നെ ഇവനെ വാരിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകണു. ആശുപത്രിയിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കൈയും കാലും ഒക്കെ ഒടിഞ്ഞ ഒരവസ്ഥയിലായി നമ്മുടെ സച്ചിൻ. പിന്നെ ഇച്ചിരി നാൾ നോക്കിയാലും കുഴപ്പമില്ല, ഇവർക്ക് സ്വസ്ഥതയുണ്ടാവും, ഇവർക്ക് അത്യാവശ്യം ഒന്ന് പുറത്തു പോകാനോ ഇതിനൊക്കെ പറ്റുമല്ലോ. അതാണ് നമ്മൾ സരസ്വതി അമ്മ കണക്ക് കൂട്ടി ചെയ്തത്. എന്തായാലും അത് വിജയകരമായി. ഈ പറയുന്ന നമ്മുടെ സച്ചിൻ്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് സച്ചിൻ ഇങ്ങനെ കിടക്കുന്നു. പിന്നെ നമ്മുടെ സരസ്വതി അമ്മ പിന്നെ കിട്ടിയ അവസരമല്ലേ മുതലെടുക്കാതിരിക്കുമോ? ഇത്രയും കാലം എന്തൊക്കെയാണ് അവൻ സരസ്വതി അമ്മയോടൊക്കെ ചെയ്തത്, അത് തിരിച്ചങ്ങോട്ടേക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. നീ ഉണ്ടല്ലോ അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോളണം, നിൻ്റെ കാര്യങ്ങളുണ്ടല്ലോ ഞങ്ങളാ നോക്കുന്നത്, ഇങ്ങനെയൊക്കെ പറഞ്ഞു സരസ്വതി അമ്മയുടെ ട്യൂൺ അറിയാലോ. അപ്പോൾ സരസ്വതി അമ്മ ആ രീതിയിൽ അവനെ കൈകാര്യം ചെയ്യുന്നു. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സുമിത്ര നമ്മുടെ രോഹിത് പറഞ്ഞ അനുസരിച്ച് മക്കളോട് എല്ലാവരോടുമായിട്ട് കല്യാണക്കാരൊക്കെ പറയും. ഇതിനു മുമ്പ് പൂജയാണെങ്കിൽ തനിക്ക് പറ്റിയ തെറ്റുകളെ പറ്റിയും പറഞ്ഞ് അതുപോലെ തന്നെ ചെയ്തു പോയതെല്ലാം പറഞ്ഞ് സുമിത്രയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട്. കാരണം സത്യങ്ങളെല്ലാം പൂജ അറിഞ്ഞു. അതുകൊണ്ട് തന്നെ രഞ്ജിതയുടെ കള്ളത്തരങ്ങളും പൂജയ്ക്ക് അറിയാമല്ലോ. അപ്പോൾ സുമിത്ര പറഞ്ഞു, മോളെ എനിക്ക് ഒരിക്കലും നിന്നോടൊരു ദേഷ്യവും തോന്നിയിട്ടില്ല. കാരണം രഞ്ജിതയുടെ ചതിയിൽ നീ വീണു പോയതാണ്. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നിന്നോട് യാതൊരു ദേഷ്യമോ വിഷമമോ ഒന്നുമില്ല. എൻ്റെ പൊന്നുമോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എന്തായാലും അവളുടെ വൻ ചതിയിൽ നിന്നും നീ രക്ഷപ്പെട്ടല്ലോ. നിൻ്റെ അച്ഛനെ ഇല്ലാതാക്കിയ അവൾക്കും അവളുടെ കുടുംബത്തിനും വേണ്ടി നീ എൻ്റെ മുന്നിൽ വാദിക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ നെഞ്ച് പൊട്ടിപ്പോവുക ചെയ്തത്, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മേൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയത് അമ്മേനോട് ക്ഷമിക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് മകൾ അമ്മയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുന്നു. എന്തായാലും ആ ഒരു സംസാരത്തിലൂടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ സുമിത്ര തന്നെ പറഞ്ഞു തനിക്കൊരു കല്യാണം വേണം എന്നുള്ളത്. ഇത് കേട്ടപ്പോൾ മക്കളൊക്കെ ഞെട്ടി. കല്യാണം വേണമെന്നോ, എന്തൊക്കെയായി പറയുന്നത്? ആ ഒരു ഇതിലിങ്ങനെ അപ്പോഴേക്കും എല്ലാവരും ഓടിക്കൂടി കേട്ടോ, ദൈവമേ ഇനിയും അമ്മയ്ക്ക് കല്യാണമോ, ഇനിയും അമ്മ കല്യാണം കഴിച്ചത് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ ഉള്ളത്. പക്ഷേ രോഹിത്തിൻ്റെ ആഗ്രഹമാണ് ഇത് എന്നുള്ള കാര്യം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അപ്പോൾ രോഹിത്ത് വന്ന കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനത്തെ നമ്മുടെ സുമിത്രയ്ക്ക് എല്ലാ പിന്തുണയുമായിട്ട് രോഹിത് ഇപ്പോൾ ശ്രീനിലയത്തിൽ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടും കേട്ടും എല്ലാവരും ഞെട്ടി വിറച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നമ്മുടെ ഇനിയുള്ള കഥ, അതായത് ക്ലൈമാക്സ് എപ്പിസോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയല്ലേ, എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. താങ്ക്